നമസ്കാരം മനുഷ്യന്മാരെ, കടുവ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുട്ടൻ കടുവ. കാന്താര ചാപ്റ്റർ 1 ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർ കാണുക. എന്തായാലും ഞാനിവിടെ ഒരു റിയാക്ഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ചുമ്മാ ചെയ്യൂ കുട്ടേട്ടാ, രസല്ലേ? എന്തിന്? എവിടെ കൈയടിക്കണമെന്നും എവിടെ കൂടണമെന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇയാളിതെന്തോന്നു? അപ്പം എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. തുടക്കത്തിൽ തന്നെ ഒരു മിസ്റ്റിക്കൽ ടോണാണ് ട്രെയിലറിന്. നേരത്തെ ഇറങ്ങിയ കാന്താരയുടെ പ്രീക്വലായിട്ടാണ് ഈ സിനിമ വരുന്നത്. അപ്പോൾ അതിലുണ്ടായിരുന്നതിനേക്കാളും കൂടുതലാണ് ഇതിലത്തെ ഫോക്ലോർ എലമെൻസ് ഒക്കെ. അതിഭീകരൻ സിനിമാറ്റോഗ്രഫി ആയിരിക്കും എന്നാണ് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞു പോയൊരു കാലഘട്ടം ഇത്രയ്ക്കും ഭംഗിയോടെയും കൃത്യമായിട്ടും കാണിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അതിനാ കാലഘട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാ? മിണ്ടാണ്ടിരിടർക്ക്. അരവിന്ദ് കശ്യപ്പാണ് സിനിമാറ്റോഗ്രാഫർ. 777 ചാർലി, ഇതിന് മുന്നേ ഇറങ്ങിയ കാന്താരിയൊക്കെ പുള്ളി തന്നെയാണ് ചെയ്തേക്കുന്നത്. വരാനിരിക്കുന്ന വിലായത്ത് ബുദ്ധയുടെ സിനിമാറ്റോഗ്രാഫറും പുള്ളി തന്നെയാണ്. നല്ല അസല് പണി തന്നെയാണ് മൂപ്പര് എടുത്തു വെച്ചിട്ടുള്ളത്. നിങ്ങൾ ട്രെയിലർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ എവിടെയെങ്കിലും വെച്ച് പോസ്റ്റ് ചെയ്ത് നോക്ക്. അത് സ്ക്രീൻഷോട്ട് എടുത്താൽ നിങ്ങൾക്ക് ഫോണിൻ്റെ വാൾപേപ്പറായിട്ട് വയ്ക്കാം. പ്രത്യേകിച്ച് നൈറ്റ് സീക്വൻസിലൊക്കെ ഫയർ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ നന്നായിട്ട് തോന്നി. അതുപോലെ തന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് അജനീഷ് ലോകനാഥാണ്. ആദ്യത്തെ ഭാഗത്തിൽ കുറച്ച് കംപ്ലയിൻറ്റ്സ് പുള്ളിക്ക് നേർക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും പണിയെടുക്കാൻ അറിയുന്ന ആളാണെന്ന് അന്നേ തോന്നിയിരുന്നു. ആ തോന്നൽ ഒട്ടും തന്നെ തെറ്റിക്കാത്ത വണ്ണം ഇതിലും മൂപ്പര് തകർത്തിട്ടുണ്ട്. പിന്നെ സാക്ഷാൽ ഋഷഭ് ഷെട്ടി. കാന്താരയുടെ അവസാനം ഒരു 20 മിനിറ്റ് അങ്ങേര് കാണിച്ചു കൂട്ടിയ പരിപാടി ഒന്നും അത് കണ്ടിറങ്ങിയ ആരും തന്നെ മറക്കാൻ ചാൻസ് ഇല്ല. വിശന്ന് വലഞ്ഞ് വേട്ടയ്ക്ക് പോകുന്ന നമ്മളിൽ പോലും കാണില്ല അത്രയ്ക്ക് റേജും വയലൻസും. കാന്താരയിലൊരു നാട്ടിൻപുറത്തുകാരനിൽ നിന്നും ഇതിലെ ഒരു ഡിവൈൻ വാരിയർ ഫിഗറിലേക്കുള്ള പുള്ളിയുടെ മാറ്റം ഗംഭീരമായിട്ടുണ്ട്. പിന്നെ രുക്മിണി വസന്താണ് നായിക. പുള്ളിക്കാരിയെ ഞാൻ ആദ്യം ശ്രദ്ധിക്കുന്നത് സപ്തസാഗരതാച്ചയെല്ലോ കണ്ടപ്പോഴാണ്. അതിൽ നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ അടുത്ത് മദ്രാസിയിലും കണ്ടു. നല്ല നടിയാണ്. ഇതിലെങ്ങനെ ഉണ്ടാകുന്നത് കാത്തിരുന്ന് കാണാം. ഒപ്പം ഗുൽഷൻ ദേവയ്യയും പിന്നെ നമ്മുടെ സ്വന്തം ജയറാമേട്ടനുണ്ട്. പുള്ളിയെ സ്ക്രീനിൽ കാണാൻ താല്പര്യമുള്ള മലയാളികൾ തമിഴും കന്നഡയും തെലുങ്കും പടങ്ങൾ കണ്ട് ശീലിക്കണമെന്ന് ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. കുട്ടേട്ടാ, ആ ഇടക്ക് വന്ന പുലി നമ്മുടെ കാട്ടിലാണോ? ഏയ്, അവൻ ബന്ദിപ്പൂര്. ആ വലിപ്പം കണ്ടില്ലേ? കണ്ടിട്ട് തോന്നണത് അവനാ രാമചന്ദ്ര കടുവയുടെ കൊച്ചുമോനാന്നാ. കഴിഞ്ഞ തവണ കണ്ടപ്പോൾ അങ്ങേര് പറഞ്ഞിരുന്നു ചെക്കൻ സിനിമ പ്രാന്ത് പിടിച്ച് നടക്കിടുന്നു. ഓ, ശ്രാവണൻ ചെക്കൻ കൊള്ളാലേ? ആ, കുഴപ്പമില്ല. അപ്പം ആകെ മൊത്തത്തിൽ ട്രെയിലർ കൊള്ളാം. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഈ സിനിമ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പടം ഒക്ടോബർ 2 റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക. ഇവിടെ മണിപ്പോളിസും ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെന്താ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും